ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിതാ രാവിലെ തന്നെ ഞാൻ ഞങ്ങളുടെ ഗാർഡനിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയ കുറച്ച് ചെടികളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചില ചെടികളൊക്കെ പൂവിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആണല്ലോ, ഈ ഒരു നവംബർ, ജനുവരി, ഡിസംബർ നല്ല തണുപ്പുള്ള നല്ലൊരു ക്ലൈമറ്റാണ്. നല്ല കാറ്റും തണുപ്പും നല്ല രസമാണ് രാവിലെ തന്നെ മുറ്റത്തൊക്കെ ഇങ്ങനെ നടക്കാൻ. പിന്നെ രാവിലെ തന്നെ ഇതാ ഞങ്ങൾ വീട്ടിലെ മുയലിന് കുറച്ച് പുല്ലൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെപ്പോഴും ആ ഒരു പാത്രത്തിൽ കയറി ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കാറ്. അപ്പോൾ ഇതാ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കുറച്ച് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡയറ്റാണ്, അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കഴിക്കാറ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കുറച്ച് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മളുടെ വീറ്റ് പാസ്തയാണ് കേട്ടോ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഈ ഒരു റെസിപ്പി വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ നമ്മൾ ഫ്രഷ് ക്രീമോ അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പാസ്ത ഞാനിവിടെ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. മാത്രമല്ല ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്നവർക്കും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പാസ്ത ഉണ്ടാക്കാം. അതിനാദ്യം ഞാൻ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരല്പം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഈ ഒരു പാസ്ത അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. പിന്നെ ഇത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പാസ്ത കുക്കായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സവോള, പിന്നെ കുറച്ച് ക്യാരറ്റ് ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതുണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് ക്യാരറ്റ് നമ്മുടെ പാസ്തയിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും സവോളയൊക്കെ ഇവിടെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ബട്ടറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അമൂലിൻ്റെ ബട്ടറാണ് ഞാനിവിടെ എടുത്തുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതുള്ള വെച്ചാൽ അത് എടുക്കാം. ഇനി നമുക്ക് കുക്കാവാൻ വെച്ച് നമ്മൾ പാസ്ത എന്തായാലും നോക്കാം. അപ്പോൾ ഇതാ കുക്കായി വന്നിട്ടുണ്ട്. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് ഇളക്കി നോക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. മാത്രമല്ല കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പാസ്ത റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിൽ അതിലുള്ള വെള്ളം ഒന്ന് വറ്റിപ്പോവാനും ഒരു പാസ്ത ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടപാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പാനിൽ തന്നെ കുറച്ചധികം ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ പാസ്ത ഉണ്ടാക്കിയ ആ ഒരു പാനിൽ തന്നെ ഇതും ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ചധികം ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ വേറെ ഓയിലോ കാര്യങ്ങളൊന്നും യൂസ് ആക്കുന്നില്ല, ബട്ടർ മാത്രം യൂസ് ആക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ ഇതാ സവാളയിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഇതാ നമുക്കതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കുകയാണ്. ഇനിയും നമുക്ക് വേണമെങ്കിൽ വേറെയും വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതിൽ ആഡാക്കി കൊടുക്കുന്നേ ഉള്ളൂ. ബ്രോക്കോളി, പൊട്ടാറ്റോ അങ്ങനെയുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ സവാളയും ക്യാരറ്റും ക്യാപ്സിക്കൊക്കെ ബട്ടറിലിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മളിത് എത്രത്തോളം ഇളക്കി കൊടുക്കുന്നോ അത്രത്തോളം അതിൻ്റെ ടേസ്റ്റും കൂടും കേട്ടോ. പിന്നെ ഇതാ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക.
അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഏകദേശം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വളരെ കുറച്ച് ടെർമറിക് പൗഡറും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മക്രോണി എത്രത്തോളം എടുക്കുന്നോ അതിൻ്റെ ഒരു പകുതിയായിട്ട് വെജിറ്റബിൾസൊക്കെ എടുക്കാൻ നോക്കുക. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ. ഇനി ഞാനിതാ വേവിച്ച് വെച്ച് നമ്മുടെ പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കുക്ക് ചെയ്യുക അങ്ങനെ ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസും അതുപോലെ തന്നെ പാസ്തയും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് ഇതാ നമ്മളുടെ ഈ പാസ്തയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചിക്കനോ അതുപോലെ തന്നെ കോഴിമുട്ട ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുരുമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കുക, അങ്ങനെയൊക്കെ ആഡ് ചെയ്യുക. അല്ലാതെ ഫ്രൈ ചെയ്തതൊന്നും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമുക്ക് അത് വെയിറ്റ് ഗെയിൻ ആവാൻ വേണ്ടിയിട്ടാവും പോവുക. അപ്പോൾ വെയിറ്റ് ലോസ് ഇനി നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യരുത്, നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കന് ഫ്രൈ ചെയ്ത കോഴിമുട്ട ഒന്നും ചേർത്ത് കൊടുക്കരുത്. കോഴിമുട്ട ചേർക്കുകയാണെങ്കിൽ ബോയിൽ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എഗ്ഗും യൂസ് ആക്കുന്നില്ല, ചിക്കനും യൂസ് ആക്കുന്നില്ല. ഞാനിവിടെ സോയാ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ആദ്യം നന്നായി കഴുകി കുറച്ച് നേരം വെള്ളത്തിലേക്ക് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് വെളുത്തുള്ളിയും ചെറിയുള്ളിയും നന്നായി തോലൊക്കെ കളഞ്ഞ് ചതച്ചതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിൽ ബട്ടറും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി, ചെറിയുള്ളി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വേണമെങ്കിൽ നമുക്ക് ചിക്കൻ മസാലയും ചേർക്കാം കേട്ടോ. അതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതായി റോസ്റ്റ് ചെയ്തതിലേക്ക് ഞാൻ സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ സോയ ചങ്ക്സ് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു പാസ്തയിലേക്ക് സോയ ചങ്ക്സിൻ്റെ ഈ ഒരു റോസ്റ്റഡ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും നന്നായി മിക്സ് ആക്കി കൊടുക്കുക. നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു പാസ്ത റെസിപ്പി തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നവർ. പിന്നെ ഈ റെസിപ്പിയിൽ നമ്മൾ ഫ്രഷ് ക്രീമോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസിനൊന്നും അത്ര ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ആഡ് ചെയ്യാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിന് ഇത്രയേ ഉള്ളൂ.